ഹലോ ഫ്രണ്ട്സ്, റിവൈസ് PSCയുടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി സെഷനിലെ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ്, അതായത് അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് റിവൈസ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. മാത്സ് എന്ന് പറയുമ്പോൾ മറ്റു വിഷയങ്ങളെ പോലെയല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, എക്സാമിന് വേണ്ടിയിട്ടായാലും പഠിക്കാൻ വേണ്ടിയിട്ടായാലും പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ PSC പോലെയുള്ള ഒരു പരീക്ഷയിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ റിസൾട്ട് കിട്ടും എന്ന് 100% ഉറപ്പുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ്, അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്ന നമ്മുടെ QA, ഈ പറയുന്ന മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 മാർക്ക്, സാധാരണ പോലെയുള്ള LDC പോലെയുള്ള പരീക്ഷകളിലൊക്കെ 10 മാർക്ക് ക്ലിയർ ആയിട്ട്, അതായത് ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്കുകളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു വിഷയം. അപ്പോൾ ഇത് പഠിക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു എക്സാം എന്നല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം നോക്കി കഴിഞ്ഞാലും അതിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചില ചോദ്യങ്ങളും, അല്ലെങ്കിൽ സ്ഥിരം ചോദിക്കുന്ന രീതികളും, അല്ലെങ്കിൽ സ്ഥിരം ടോപ്പിക്കുകളുമായിട്ടൊക്കെ വരുന്ന ഒരു സബ്ജക്റ്റാണ് ഈ പറയുന്ന QA അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലെ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് നമ്മൾ ആദ്യമായിട്ട് റിവൈസിന്റെ മാത്സിന്റെ സെക്ഷനിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന റേഷ്യോസ് അല്ലെങ്കിൽ അനുപാതം, അംശബന്ധം, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്സുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പല ടോപ്പിക്കുകളിലും, അല്ലെങ്കിൽ മാത്സിന്റെ മറ്റു പല ടോപ്പിക്കുകളിലും ഈസിലി നമുക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഉപയോഗിച്ച് മറ്റു ക്വസ്റ്റ്യനുകളുടെ ആൻസർ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഏജുകൾ, അതായത് റേഷ്യോ എന്ന് പറയുന്നതും ഏജസ് എന്ന് പറയുന്നതും സെയിം രീതിയിൽ ചോദ്യം വരുന്ന, അല്ലെങ്കിൽ റേഷ്യോയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നേരെ ഒരു സ്റ്റോറി മാറ്റിയിട്ട് ഏജിന്റെ രൂപത്തിൽ എന്ത് ചെയ്യും, ചോദിക്കും. ഇപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് രണ്ടാളുകളുടെ പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ റീഫ്രെയിം ചെയ്ത് ചോദിക്കുന്ന രീതിയാണ് ഈ പറയുന്ന റേഷ്യോസ് അല്ലെങ്കിൽ ഏജ് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ടൈം ആൻഡ് വർക്ക് പോലെയുള്ള ക്വസ്റ്റ്യനുകളിലൊക്കെ ചില പ്രത്യേക ചോദ്യങ്ങൾ റേഷ്യോസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കി വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ റേഷ്യോസ് നമുക്ക് ബേസ് നല്ല ക്ലീൻ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ റിവൈസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന റേഷ്യോസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ആദ്യം അത് തന്നെ നല്ല ബേസിൽ നിന്ന് പഠിച്ചു പോരാം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും വൃത്തിക്ക് തന്നെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക, ചെയ്ത് പഠിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാത്സ് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റേഷ്യോസ് എന്ന് പറയുന്ന സെഷനിലെ നമ്മളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത്, ഈ 5:9 റേഷ്യോ ഹാസ് 45 ആസ് ദി സെക്കൻഡ് ടേം, അതായത് 5:9 എന്ന റേഷ്യോയിൽ 45 ആണ് രണ്ടാമത്തെ ടേം, അതായത് രണ്ടാമത്തെ പദം 45 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കൊരു റേഷ്യോ തന്നിട്ടുണ്ട് 5:9. അപ്പൊ ഈ റേഷ്യോ, അനുപാതം എന്നൊക്കെ പറയുമ്പോൾ രണ്ടളവുകൾ തമ്മിലുള്ള ഏറ്റവും ചെറിയ ഒരു രീതി അല്ലെങ്കിൽ രൂപമാണെന്ത്, റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഈ 5:9 എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് 5 ഉണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് 9 ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് 5 പേരുണ്ടെങ്കിൽ മറ്റു ഭാഗത്ത് 9 പേര് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ 5 ഗേൾസ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ 9 ബോയ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള ഒരു എണ്ണം. അപ്പൊ 5, 9 എന്നുള്ളത് മേ ബി എന്താവാം, ഈ 5 ഉള്ളത് 10 ആവാം, അപ്പുറത്തപ്പോ നേരെ ഇരട്ടിയായിട്ട് എന്ത് ചെയ്യും, 9 ഉള്ളത് 18 ആവും. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അത് കൂടാം കുറയാം, ആ രീതിയിൽ വരുന്ന അളവുകളുടെ ഏറ്റവും ചെറിയ രൂപത്തിനെയാണ് നമ്മൾ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ക്ലാസ്സിൽ 100 ആൺകുട്ടികൾ 150 പെൺകുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന 100നെ 150നെ നമ്മൾ വളരെ ചെറുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞ് ഒരു ഭാഗത്ത് 10 എന്ന് കിട്ടും, മറ്റു ഭാഗത്ത് 15 എന്ന് കിട്ടും. അതിനെ നമ്മൾ വീണ്ടും ചെറുതാക്കുമ്പോൾ 10ന്റെ നേരെ നമ്മൾ 5 കൊണ്ട് ചെറുതാക്കി കഴിഞ്ഞാൽ 2 എന്നും, അപ്പുറത്തെ സൈഡിൽ 15നെ 5 കൊണ്ട് ചെറുതാക്കി കഴിഞ്ഞാൽ 3 എന്നും കിട്ടും. അങ്ങനെ ഏറ്റവും ചെറിയ രൂപത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് വിളിക്കാറുള്ളത്. അത് ബേസിക് ആയിട്ട് അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് 5:9 ഹാസ് 45 ആസ് ദി സെക്കൻഡ് ടേം, അതായത് ഈ 5:9 എന്ന് പറയുന്ന റേഷ്യോയിൽ 45 ആണ് എന്ത്, അതിന്റെ സെക്കൻഡ് ടേം. അതായത് ഇവിടെ ഫസ്റ്റ് ടേം നമ്മുടെ 5ഉം സെക്കൻഡ് ടേം 9ഉം ആണ്. ആ സെക്കൻഡ് ടേം ആണ് യഥാർത്ഥത്തിൽ എത്രയാണ്, 45 ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ റേഷ്യോയുടെ സെക്കൻഡ് ടേം 45 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം എന്നാണ് ചോദ്യം. ആദ്യത്തെ പദം എന്ത് എന്നാണ് ചോദ്യം.
അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പറുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സ് വെച്ചിട്ടുള്ള ക്രിയകളോ ഇതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആൻസർ ചെയ്യാനുള്ള സമയം വളരെ കൂടുതലായിരിക്കും. നമുക്ക് എക്സാമിന് അത്രയും സമയം അവൈലബിൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്രത്തോളം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടോ അങ്ങനെ കുറഞ്ഞ സമയത്ത് കൂടുതൽ മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് PSC പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ഒരു ബേസ് ആയിട്ട് വരുന്ന കാര്യം തന്നെ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൺവെൻഷണൽ മെത്തേഡ് അല്ലാതെ നമ്മൾ പ്യുവർ ലോജിക് യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ ഇതുപോലെയുള്ള അല്ലെങ്കിൽ QAയുടെ അല്ലെങ്കിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്ത് പഠിക്കാൻ തന്നെ ആ രീതിക്ക് വേണം. സോ നമ്മൾ ലോജിക്ക് വെച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ പറയുന്ന സെക്കൻഡ് നമ്പർ 45 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇത്രയും ആലോചിച്ച് നോക്കിയാൽ മതി. ഈ പറയുന്ന 9 എന്ന് പറയുന്ന നമ്പർ ഈ 45 ആയി എന്ന് പറയുന്നുണ്ടെങ്കിൽ 9 45 ആവണമെന്നുണ്ടെങ്കിൽ ഏത് സംഖ്യ വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം, ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 9 45 ആവുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും 9 × 5 നമുക്കറിയാം 45 ആണ് അല്ലെ. അപ്പോ അങ്ങനെ ഇവിടെയുള്ള ഈ 9നെ 5 കൊണ്ട് ഗുണിച്ചാലാണ് 45 കിട്ടുക എന്ന് നമുക്കറിയാം എങ്കിൽ ഈ പറയുന്ന ആൻസർ ഈ നമ്മുടെ ഈ 5നെയും അതേ നമ്പർ കൊണ്ട് എന്ത് ചെയ്യാം മൾട്ടിപ്പിൾ ചെയ്യാം. സോ 25 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ 25 എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഈ പറയുന്ന 25 നമ്മുടെ ഇവിടെയുള്ള ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സെക്കൻഡ് ടേം ആയ 9 എങ്ങനെയാണ് 45 ആയത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോ 5 കൊണ്ട് ഗുണിച്ചിട്ടാണ് എന്ന് മനസ്സിലാവും. എങ്കിൽ അതേ 5 കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ആദ്യ നമ്പറായ 5നെയും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആദ്യത്തെ നമ്പർ കിട്ടും. ഈ പറയുന്ന 25:45 നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ 5:9 എന്ന ഈ പറഞ്ഞ റേഷ്യോ നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ സാധാരണ റേഷ്യോയുടെ ഏറ്റവും ബേസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പൊ ഈ രീതിക്ക് വേണം നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാനും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സെയിം മാനറിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരാം. ഇവിടെ ഇൻ ദ റേഷ്യോ 4:7 ഒരു റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് 4:7. അതിൽ സെക്കൻഡ് ടേം 28, രണ്ടാമത്തെ പദം അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന സംഖ്യ 28 അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം എന്നാണ് ക്വസ്റ്റ്യൻ. സോ സെയിം മാനറിൽ നമ്മൾ ചെയ്യുക. ഈ പറയുന്ന 28 എന്ന് പറയുന്നത് 7ന്റെ അല്ലെങ്കിൽ 7നെ സൂചിപ്പിക്കുന്ന നമ്പറാണ് 28. സോ എങ്ങനെയാണ് 7 28 ആവുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും 7നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 28 ആവും. എങ്കിൽ ഈ പറയുന്ന ആദ്യത്തെ സംഖ്യയെയും നമ്മൾ എന്ത് ചെയ്യുക, 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 4 × 4 16 എന്ന് പറയുന്ന നമ്പറായിട്ട് നമുക്ക് ആൻസർ അവിടെ കിട്ടും. ഈ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. അപ്പോ ഇനി ഈ 4ഉമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഇവിടെ വന്ന 2 ക്വസ്റ്റ്യനും ഓൾമോസ്റ്റ് അതുപോലെ ഈ പറയുന്ന നമ്പർ തന്നെ ആയി എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആണ്. അപ്പോൾ ആ നമ്പറുമായിട്ട് എന്തില്ല, ആൻസറിന് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഏത് നമ്പറാണോ പറഞ്ഞിട്ടുള്ളത് ആ നമ്പർ എങ്ങനെയാണ് പറഞ്ഞ നമ്പറിലേക്ക് എത്തുന്നത് എന്ന്, അല്ലെങ്കിൽ ഏത് നമ്പർ വെച്ച് ഗുണിച്ചിട്ടാണ്, ഇനി ഗുണിക്കാൻ മാത്രമല്ല ഹരിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ആൻസർ വരാം. അപ്പൊ നമ്മൾ വന്ന ക്വസ്റ്റ്യൻ പ്രകാരം എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരിശോധിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി ചെയ്യാം. ഈ പറയുന്ന 28 പകരം നമ്മൾ എന്ത് ചെയ്യാം, സെക്കൻഡ് നമ്പർ ഒരു 56 ആണെന്ന് വിചാരിക്കുക. അതായത് 4:7 റേഷ്യോ, രണ്ടാമത്തെ സംഖ്യ 56. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് നമ്പർ ഒന്നാമത്തെ സംഖ്യ ഏത് എന്ന ചോദ്യം നമുക്ക് ചെയ്തു നോക്കുന്ന സമയത്ത് നമുക്കറിയാം റേഷ്യോ 4:7 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിൽ ഈ പറയുന്ന സെക്കൻഡ് ഡിജിറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പർ 56 എന്ന് പറഞ്ഞാൽ 7 56നെ സൂചിപ്പിക്കുന്ന നമ്പറാണ്. സോ 7 56 ആവണമെങ്കിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം എന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 7 56 ആവണമെങ്കിൽ 7 × 8 ആണ് 56. സോ ആൻസർ ഒന്നാമത്തെ സംഖ്യ നമ്മൾ അതേ 8 കൊണ്ട് തന്നെ ഗുണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, 4 × 8 32 എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ സംഖ്യ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഈ രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, ഇത് പോകുന്നത്. ഇനി 56 പകരം മറ്റൊരു നമ്പർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇപ്പോ ഫസ്റ്റ് നമ്പർ, ഈ സെക്കൻഡിന് പകരം ഫസ്റ്റ് നമ്പർ ഒരു 40 ആണെന്ന് വിചാരിക്കുക. 4:7 റേഷ്യോ, അതിൽ ആദ്യത്തെ സംഖ്യ 40. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മാറ്റി ചെയ്യുമ്പോൾ ഈ പറയുന്ന 4:7 നമ്മുടെ റേഷ്യോ, അതിൽ ഫസ്റ്റ് സംഖ്യ അല്ലെങ്കിൽ ആദ്യത്തെ നമ്പർ 40. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത് എന്ന ചോദ്യത്തിന് സിമ്പിൾ ആയിട്ട് ആൻസർ കാണാൻ നമുക്ക് പറ്റും.
നമുക്കറിയാം ഈ പറയുന്ന 4 40 ആവണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ മതി. 10 വെച്ച് ഗുണിച്ചു കഴിഞ്ഞാൽ 4 എന്നുള്ളത് 40 ആവും. അങ്ങനെയെങ്കിൽ 7നെ സൂചിപ്പിക്കുന്ന നമ്പർ 7 × 10 70 എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. അപ്പൊ ഈ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് റേഷ്യോയുടെ ബേസ് ഐഡിയ ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ എളുപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ഈ രീതിക്ക് തന്നെ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ ഇതാണ് ബേസ് ആയിട്ടുള്ള ഈ ഒരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ളതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇനി അടുത്തൊരു ചോദ്യം, ദ റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ഈസ് 3:5. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:5 ആണ് എങ്കിൽ ദ സം ഈസ് 64. അത് രണ്ടിന്റെയും തുക 64. അതായത് ഈ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ റേഷ്യോയുടെ എന്ന് മാത്രമല്ല ഏജ്, പ്രായവുമായി ബന്ധപ്പെട്ട ചോദ്യം ഈ രീതിക്ക് ചോദിക്കാം. രണ്ടാളുകളുടെ വയസ്സ് 3:5 എന്ന അംശബന്ധമാണ്. അവരുടെ വയസ്സിന്റെ തുക 64 എങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഫൈൻഡ് ദ സ്മോളർ നമ്പർ, ചെറിയ ആളുടെ വയസ്സ് എത്ര എന്നുള്ള രീതിക്ക് ഈ ക്വസ്റ്റ്യൻ നേരെ റീഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രായം എന്നുള്ള വിഭാഗത്തിലെ ചോദ്യമായിട്ട് മാറും. അപ്പൊ ഈ രീതിക്കാണ് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് അവർ ഫ്രെയിം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന രീതിക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഇത് ആൻസർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ള റേഷ്യോ 3:5 ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ സം ഈസ് 64. അതിന്റെ രണ്ടിന്റെയും തുക 64. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്, റേഷ്യോ 3:5 ആണ്, അതിന്റെ സം 64 ആണ്, തുക 64 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 64 കിട്ടണം. രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ 64 കിട്ടണം. ഇവിടെയുള്ള നമ്മുടെ ഇതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്ന റേഷ്യോകൾ ഇവിടെ തുകയുമായി ബന്ധപ്പെട്ടാണ്, സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ റേഷ്യോകളുടെ സം എന്ത് ചെയ്യാം, അത് സിമ്പിൾ ആയിട്ടൊന്ന് കണ്ടുവെക്കുക. അത് കണ്ടുവെക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 3ന്റെയും 5ന്റെയും സം എന്ന് പറയുന്നത് 8 ആണെന്ന് നമുക്കറിയാം. ഇനി തുകയാണല്ലോ 64 ആയിട്ടുള്ളത് അല്ലെ, സിമ്പിൾ ആയിട്ട് ചോദ്യത്തിൽ ചോദിച്ച കാര്യമാണ്, തുക 64 ആയിട്ടുണ്ട്. എടാ അങ്ങനെയെങ്കിൽ തുക 64 എങ്കിൽ ഈ പറയുന്ന 8 64 മാറിയിട്ടുള്ളത്. സോ നമ്മളോട് ചോദിച്ചത് 3:5 എന്ന റേഷ്യോ ഉണ്ട്, അതിന്റെ സം 64 ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആ 3നെയും 5നെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 8. ആ 8 64 മാറിയിട്ടുള്ളത്, അതായത് തുകയാണ് 64. അപ്പൊ ആ തുക എന്ന് പറയുന്ന സം നമ്മൾ എന്ത് ചെയ്തു, 3ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 8 എന്നുള്ള നമ്പർ കിട്ടി. ആ 8 64. സോ ഇനി സിമ്പിൾ ആണ്, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എടാ 8 64 ആവണമെങ്കിൽ നമുക്കറിയാം 8 × 8 64. സോ അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദി സ്മോളർ നമ്പർ, ചെറിയ നമ്പർ കാണാൻ വേണ്ടിയിട്ട് ഇതേ 8 കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന തന്നിരിക്കുന്നതിൽ ചെറിയ നമ്പർ 3 ആണ്. സോ നമ്മൾ ആ 8നെ ഈ പറയുന്ന 3ഉമായിട്ട് എന്ത് ചെയ്യുക, ഗുണിച്ചു കഴിഞ്ഞാൽ 3 × 8 ആൻസർ 24 എന്ന് നമുക്ക് കിട്ടും. അതാണ് സ്മോളർ നമ്പർ. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ലാർജർ നമ്പർ, ഫൈൻഡ് ദി ലാർജർ നമ്പർ, വലിയ സംഖ്യ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന 5നെ നമുക്ക് ആ 8ഉമായിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 5 × 8 40 എന്ന് കിട്ടും. ഈ രീതിക്കാണ് ഈ പറയുന്ന റേഷ്യോ പ്രൊപ്പോർഷന്റെ ആൻസേഴ്സ് നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി ഡൗട്ടുള്ള ആളുകൾക്ക് 24:40 20:40 ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അത് 3:5 എന്ന് വരും. ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 64 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഈ പറയുന്ന റേഷ്യോ പ്രൊപ്പോർഷന്റെ ബേസ് ക്വസ്റ്റ്യൻസ്. ഈ രീതി ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിന്റെ ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് വളരെ എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ സോൾവ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു ആൻസർ നമുക്ക് OMRൽ മാർക്ക് ചെയ്യാൻ പറ്റും. കുറഞ്ഞ സമയം കൊണ്ട് 1 മാർക്ക് സിമ്പിൾ ആയിട്ട് മാത്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ടോപ്പിക്കാണ് ഈ പറയുന്ന റേഷ്യോ പ്രൊപ്പോർഷൻ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ നേരെ റീഫ്രെയിം ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ രണ്ടുപേരുടെ വയസ്സ്, ഈ വയസ്സുകളുടെ അംശബന്ധം 3:5 ആണ്, അവരുടെ വയസ്സുകളുടെ തുക 64 എങ്കിൽ ചെറിയ ആളുടെ വയസ്സ് എത്ര അല്ലെങ്കിൽ വലിയ ആളുടെ വയസ്സ് എത്ര എന്ന് ചോദിക്കുമ്പോൾ സെയിം മാനറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. 3:5 ആണ് ഈ പറയുന്ന റേഷ്യോസ്. ആ പറയുന്ന സം 64, 3ഉം 5ഉം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 8 എന്ന് കിട്ടും. 8 64 ആവുന്നത്. അപ്പോൾ 8 64 ആവണമെങ്കിൽ ഇൻറ്റു 8 ചെയ്യണം. അപ്പോൾ ഓരോ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ആളുടെ വലിയ ആളുടെ ഏത് ചോദിച്ചു കഴിഞ്ഞാലും സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു രീതിയിലുള്ള ഒരു ചോദ്യമാണ്. 720 രൂപ AB എന്നിവർക്കായി 5:4 എന്ന അംശബന്ധത്തിൽ അനുപാതത്തിൽ വീതിച്ചു കഴിഞ്ഞാൽ Aക്ക് ലഭിക്കുന്ന തുക എത്ര എന്നാണ് ചോദ്യം. അതായത് ഒരു നിശ്ചിത തുക 2 പേർക്ക് ഒരു നിശ്ചിത അംശബന്ധത്തിൽ വീതിച്ചു കൊടുക്കുക. അതായത് ഈ പറയുന്ന സമ്മ്, ഒരു തുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു സമ്മ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മ് നേരത്തെ നമ്മൾ ചെയ്തതിനെ നേരെ റിവേഴ്സ് ചെയ്ത് ചെയ്യുക എന്നുള്ള രീതിക്കാണ് ഈ ഒരു ചോദ്യം വരുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് A:B, അതിൽ 5:4 എക്കും ബിക്കും ആ ഒരു ക്യാഷ് ലഭിക്കുന്ന
ഒരു അംശബന്ധം 5:4 ഇനി ഈ പറയുന്ന 720 ഇവർക്ക് ലഭിച്ച തുകയാണ്, ആകെ തുകയാണ്, ആകെ ക്യാഷിന്റെ അളവാണ് എന്ത് ഈ പറയുന്ന 720. അപ്പോ ആ ആകെയുള്ള തുക എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 5:4 എന്നുള്ളതാണ് ഇവരുടെ റേഷ്യോ. 5:4 എന്ന് പറയുന്ന ഈ റേഷ്യോയുടെ തുകയാണ് നമ്മൾ ഈ പറയുന്ന 720 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:4 നമ്മൾ 5+4 നേരത്തെ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ 9 എന്നുള്ള നമ്പർ നമുക്ക് കിട്ടും. 5ഉം 4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 എന്ന് കിട്ടും. എടാ ഈ 9 എന്തായി മാറിയിട്ടുള്ളത്, നമ്മൾ ഈ പറയുന്ന 720 എന്ന് പറയുന്ന തുകയായിട്ട് മാറിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ വന്നു എന്ന് മാത്രം. അപ്പൊ ഇവിടെ ഈ 9നെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് 720. 9 എന്താണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്ന 5, 4 ഈ രണ്ട് നമ്പറുകളുടെയും തുകയാണ്. അപ്പൊ ഇനി ഓരോ സംഖ്യയെയും, അതായത് ഈ 9 എന്ന് പറയുന്ന നമ്പറിനെ 720 ആവണമെങ്കിൽ ഏത് നമ്പർ വെച്ച് ഗുണിക്കണം എന്നുള്ള കാര്യം മാത്രം നമ്മൾ ക്ലിയർ ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ 9 72 ആവാൻ നമുക്കറിയാം. 9 × 8 72, അല്ലെങ്കിൽ 9 × 8 72 എന്ന് കിട്ടുമ്പോൾ 9 × 80 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, 720 ആയി. അപ്പോ ഇവിടെയുള്ള കോമൺ ആയിട്ടുള്ള നമ്പർ 80. ആ 80നെ നമ്മൾ 5 കൊണ്ടും അതുപോലെ 4 കൊണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് ഏത് വ്യക്തിയുടെ നമ്പറാണോ അതിനനുസരിച്ചുള്ള തുക നമുക്ക് ലഭിക്കും. ഇവിടെ എയുമായി അല്ലെങ്കിൽ എക്ക് ലഭിക്കുന്ന തുക എന്ന് ചോദിക്കുമ്പോൾ എ റെപ്രസെന്റ് ചെയ്യുന്ന ഫ്രാക്ഷനെ, എ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പറിനെ നമ്മൾ 80 ഗുണിക്കുക. സോ 5 × 8 40. സോ എക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 400 എന്നും ഇവിടെ 320 എന്നും നമുക്ക് കിട്ടും. അതായത് 8 × 4 32, 80 × 4 320. അപ്പോ എക്ക് പകരം ബി ആണ് ചോദിച്ചെങ്കിൽ ആൻസർ വിൽ ബി 320 rupees. അതുപോലെ എയുടെ ആൻസർ ഇവിടെ 400 രൂപ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റേഷ്യോസിലെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റൊരു ചോദ്യം, ഇതേ രീതിയിൽ തന്നെ വരുന്ന മറ്റൊരു ചോദ്യമാണ്. 1800 രൂപ 3 പേർക്ക്, നേരത്തെ 2 പേർക്ക് ചോദിച്ചതിന് പകരം ഇവിടെ എന്തായി 3 പേരായി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. അപ്പോൾ ഇവിടെയുള്ള റേഷ്യോ 4:3:2 എന്നാണ്. ഇതിൽ ഹൗ മച്ച് ഡസ് ദി സെക്കൻഡ് പേഴ്സൺ ഗെറ്റ്, അതായത് ഈ പറയുന്ന 3 എന്നുള്ള നമ്പർ സൂചിപ്പിക്കുന്ന വ്യക്തി ആ ആൾക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്, ഷെയർ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റിൽ ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുക. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ പറയുന്ന 4, 3, 2 എന്നുള്ളത് അവരുടെ റേഷ്യോ, അതുപോലെ ടോട്ടൽ സം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 4, 3, 7, 2, 9 എന്ന് പറയുന്നതാണ് അതിന്റെ സമ്മ്. ആ പറയുന്ന 9 എന്തായിട്ട് മാറുന്നത്, ഈ പറയുന്ന 1800 ആയിട്ട് മാറുന്നത്. സോ 9 1800 ആവണമെങ്കിൽ ഏത് കോമൺ നമ്പർ കൊണ്ട് ഗുണിക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ആ നമ്പർ വെച്ച് ഓരോ സംഖ്യകളെയും നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഓരോ ഷെയറും എത്ര രൂപയാണ് കൃത്യമായിട്ട് എന്നുള്ളത് അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ 3 എന്ന് പറയുന്ന ആ ഒരു, അല്ലെങ്കിൽ 3നെ സൂചിപ്പിക്കുന്ന ആ വ്യക്തിക്ക് കിട്ടിയ തുക ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾ സ്വന്തമായിട്ടും ചെയ്തു നോക്കി നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. അപ്പോൾ എത്ര പേർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് അത് ചെയ്യാൻ ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് സ്വയം ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം, നമുക്ക് ഇത് സെയിം മാനറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ പറയുന്ന 1200 രൂപ 3:2:1 എന്നുള്ള ആ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. തൊട്ട് മുമ്പിലെ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചെയ്തത് സെയിം മെത്തേഡിലാണ്. വാട്ട് ഇസ് ദി ഷെയർ ഓഫ് ദി പേഴ്സൺ ഹു ഗെറ്റ്സ് ദി മാക്സിമം എമൗണ്ട്, ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്ന ആളുടെ ഷെയർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മുമ്പത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇവിടെ റേഷ്യോ 3:2:1 എന്നുള്ളതാണ്. അതിൽ വാട്ട് ഈസ് ദി ഷെയർ ഓഫ് ദി പേഴ്സൺ ഹു ഗെറ്റ്സ് മാക്സിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തുക ആദ്യം കണ്ടുപിടിക്കുക. 3, 2, 1 മൂന്നും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 6 എന്നുള്ള നമ്പർ കിട്ടും. ഈ പറയുന്ന 6 ആണ് എത്രയാവുന്നത്, ടോട്ടൽ സം എന്ന് പറയുന്നത് 1200 ആണ്. അപ്പോൾ 6 1200 ആവുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന 6 12 ആവണമെങ്കിൽ × 2 ചെയ്യണം. അപ്പൊ ഇവിടെ 2 0 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, 200 വെച്ച് ഗുണിച്ചു കഴിഞ്ഞാൽ 6 1200 ആവും. അങ്ങനെയെങ്കിൽ അതേ 200 വെച്ച് തന്നെ ഈ പറയുന്ന 1നെയും 2നെയും 3നെയും നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇൻഡിവിജ്വൽ ഷെയർസ് ഓരോരുത്തർക്കും എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ചോദിച്ചത് പ്രകാരം 1200 രൂപയുടെ മാക്സിമം ഷെയർ കിട്ടുന്ന ആൾ എന്ന് പറയുമ്പോൾ ഈ 3 എന്ന് പറയുന്ന വലിയ നമ്പറിനെ സൂചിപ്പിക്കുന്ന ആൾക്കാണ് പരമാവധി ഷെയർ കിട്ടുന്നത്. അപ്പോൾ 3 × 200 നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് 600 രൂപ എന്ന് കൃത്യമായിട്ട് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടുന്ന ആള് 600 രൂപ. ഇനി ഏറ്റവും കുറവ് ഷെയർ കിട്ടുന്നത് 1 × 200 എന്ന് പറയുമ്പോൾ 200 രൂപ എന്ന് കിട്ടും.
ആൾക്ക് 400 രൂപയായിട്ടും കിട്ടും. ഈ രീതിക്കാണ് ഈ പറയുന്ന 3 പേരുണ്ടാവുമ്പോൾ ഷെയർ. അപ്പൊ ഈ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യം സ്വന്തമായിട്ടും ചെയ്തു നോക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏജുമായി ബന്ധപ്പെട്ട്, പ്രായവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ്. അതിൽ ഈ രേഖയുടെയും രവിയുടെയും ഏജ് 3:5 എന്ന അംശബന്ധത്തിലാണ്, അതായത് 3:5 എന്ന റേഷ്യോയിലാണ് അവരുടെ പ്രായമുള്ളത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ, നേരത്തെ ചെയ്തതിൽ നിന്ന് ചെറിയൊരു മാറ്റം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദർ ഏജ് ഈസ് 12 ഇയേഴ്സ്. അവരുടെ പ്രായങ്ങളുടെ വ്യത്യാസം, അവരുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 12 വയസ്സാണ്, അല്ലെങ്കിൽ 12 വർഷമാണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് രേഖാസ് ഏജ്, രേഖയുടെ പ്രായം എത്ര എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 12 ആണെങ്കിൽ അതിൽ ഇവിടെ രേഖാസ് ഏജ് എന്ന് ചോദിക്കുമ്പോൾ ഒരു സംഖ്യ കൂട്ടത്തിൽ വലുതോ ചെറുതോ ആയിട്ടുള്ള സംഖ്യ ഏത് എന്നുള്ള രീതിക്കാണ് എന്ത് ചെയ്യുക, ഇതിൽ നിന്നുള്ള ചോദ്യം അല്ലെങ്കിൽ റേഷ്യോയിൽ നിന്നുള്ള ചോദ്യം നമ്മൾ ഏജിലേക്ക് മാറ്റി എന്ന് മാത്രം. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ രീതിക്ക് നോക്കുന്ന സമയത്ത് റേഷ്യോ ഓഫ് ദി ഏജസ് ഓഫ് രേഖ ആൻഡ് രവി, രേഖയുടെയും രവിയുടെയും പ്രായം 3:5 എന്ന അംശബന്ധമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, രേഖ രവി അവരുടെ പ്രായം 3:5 എന്നുള്ള രീതിക്കാണ്, അല്ലെങ്കിൽ 3:5 എന്ന അംശബന്ധത്തിലാണ്. ഇനി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദർ ഏജസ് ഈസ് 12 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 12 വർഷമാണെങ്കിൽ 12 വയസ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നേരത്തെ നമ്മൾ സം അല്ലെങ്കിൽ തുക അല്ലെങ്കിൽ ആകെ എന്നൊക്കെയുള്ള രീതിയിൽ പഠിച്ചതിന് പകരം ഇവിടെ എന്താണ്, വ്യത്യാസം എന്നുള്ള രീതിക്കാണ് വന്നത്. അപ്പോൾ നേരത്തെ സം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ട് റേഷ്യോകൾ തമ്മിൽ പ്ലസ് ചെയ്തു. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ട് റേഷ്യോകൾ തമ്മിലുള്ള ഡിഫറൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിക്കാണ് നമ്മളിവിടെ ചെയ്യുക. അപ്പൊ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ 3ന്റെയും 5ന്റെയും വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം 2 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 2 വയസ്സ്, അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന നമ്പറാണ് 3ന്റെ അല്ലെങ്കിൽ 3, 5 ഇതിന്റെ 2ന്റെ വ്യത്യാസമായിട്ട് വരുന്നത്. ആ പറയുന്ന 2നെ അല്ലെങ്കിൽ ആ വ്യത്യാസമായിട്ട് നമ്മൾ കണക്കാക്കിയ 2നെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആര്, അല്ലെങ്കിൽ 2മായി ബന്ധപ്പെട്ട സംഖ്യയാണ് 12. വ്യത്യാസമാണ് 12. അപ്പൊ റേഷ്യോയുടെ വ്യത്യാസം 2ആണ്, യഥാർത്ഥ വ്യത്യാസം 12ആണ്. ആ റേഷ്യോയുടെ വ്യത്യാസത്തെ നമ്മൾ യഥാർത്ഥ വ്യത്യാസമായി മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോ ഈ പറയുന്ന 2 12 ആവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻറ്റു 6 6 വെച്ച് ഗുണിക്കണം. എങ്കിൽ ഈ രണ്ട് പ്രായങ്ങളെയും നമ്മൾ 6 വെച്ച് ഗുണിച്ചു കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ പ്രായം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പൊ ഇവിടെ ആദ്യം 5 × 6 30 വയസ്സായിട്ടായിരിക്കും രവി എന്ന് പറയുന്നവരുടെ വയസ്സ് 30ഉം. ഇനി 3 × 6 18 എന്ന് പറയുന്ന, അല്ലെങ്കിൽ രേഖയുടെ വയസ്സ് 18 വയസ്സ് എന്നുള്ള കൃത്യമായ ആൻസർ നമുക്ക് കിട്ടും. സോ വാട്ട്സ് ദി ഏജ് ഓഫ് രേഖ, രേഖയുടെ വയസ്സാണ് ചോദിച്ചത്, നമുക്കറിയാം 18 എന്നുള്ള രീതിക്ക് നമുക്ക് ആൻസർ കിട്ടും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ സം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ആ റേഷ്യോ ആഡ് ചെയ്തു. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആ റേഷ്യോ അതേപോലെ എന്ത് ചെയ്തു, രണ്ട് റേഷ്യോകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു. ആ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ നമ്പർ കിട്ടാനുള്ള ഗുണിച്ച് ആ നമ്പർ ആക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചു. സെയിം മാനറിൽ രണ്ട് റേഷ്യോകളെയും ഗുണിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ ഇതുപോലെ മറ്റൊരു ചോദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരുടെ വയസ്സുകൾ തമ്മിലുള്ള അനുപാതം 4:7 ആണ്. സോ രണ്ടുപേരുടെ വയസ്സ് എന്ന് പറയുമ്പോൾ 4:7 നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. ഇനി ഒരാളുടെ വയസ്സ് മറ്റൊരാളെക്കാൾ 30 കൂടുതലാണ്, അതായത് ഒരാളെക്കാൾ 30 വയസ്സ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ആ രണ്ടുപേരും തമ്മിൽ വയസ്സിൽ ഒരു വ്യത്യാസമുണ്ട്, അതായത് ഡിഫറൻസ് ആണ് അവിടെ ഉള്ളത്, കുറവാണ് അല്ലെങ്കിൽ ഒരാൾക്ക് കൂടുതലാണ് എന്ന് പറയുമ്പോൾ അവരുടെ വയസ്സുകൾ തമ്മിൽ 30 എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് കിടക്കുന്നുണ്ട്. ഇനി എങ്കിൽ അവരുടെ വയസ്സുകളുടെ തുക എത്ര, അതായത് അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഏജ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആൻസർ എന്നുള്ളതാണ് ഇവിടെയുള്ള ചോദ്യം. സോ നമ്മൾ എന്ത് ചെയ്യുക, ആ പറയുന്ന ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ആളുകളുടെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ റേഷ്യോകൾ തമ്മിലുള്ള വ്യത്യാസം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ 4ഉം 7ഉം 4ന്റെയും 7ന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. ആ പറയുന്ന 3നെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ഈ പറയുന്ന വ്യത്യാസം, അല്ലെങ്കിൽ 30 എന്ന് പറയുന്നത്. സോ 3 ആണ് 30. ഇവിടെ 3 ആണ് 30 എങ്കിൽ എങ്ങനെയാണ് 3 30 ആവുക? സോ ഇൻറ്റു 3 30 ആവണമെങ്കിൽ ഇൻറ്റു 10, അതായത് 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 3നെ 30 ആക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ 7 എന്ന് പറയുന്നത് നമുക്കറിയാം 7 × 10 70. സോ 4 × 10 40. ഇനി ഇവിടെയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവരുടെ വയസ്സുകളുടെ തുക എത്ര എന്നുള്ളതാണ്. നമുക്കറിയാം 40 + 70 110 എന്നുള്ള ഒരു നമ്പർ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ രീതിക്കാണ് വ്യത്യാസങ്ങൾ എന്നുള്ള രീതിക്ക് വന്നു കഴിഞ്ഞാലും സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും, വലിയ റിസ്ക് ഒന്നുമില്ല. ഈ രീതിയിലാണ് ഒരു ബേസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പറയുന്ന റേഷ്യോസ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻസ് നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് വരാറുള്ളത്. അപ്പോൾ
അതിന്റെ ഒരു ബേസ് ലെവലിൽ നിന്ന് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മറ്റൊരു ചോദ്യം അല്ലെങ്കിൽ ഈ റേഷ്യോസിൽ നിന്ന് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് നമ്മൾ ഇതുവരെ പഠിച്ച പോലെയുള്ള ഒരു ചോദ്യം അല്ല, ഒരു നമ്പർ കിട്ടിയിട്ട് അതിനെ റേഷ്യോ ആക്കി മാറ്റാനുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ്. സോ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഇത് മുമ്പ് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് റേഷ്യോവുമായിട്ട് ഡയറക്റ്റ് ബന്ധം ഇല്ലെങ്കിൽ പോലും ആ ഒരു വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. രണ്ട് സംഖ്യകളുടെ തുക 40, അവയുടെ വ്യത്യാസം 4 എങ്കിൽ ആ സംഖ്യകൾ തമ്മിലുള്ള അനുപാതം ഏത്, അല്ലെങ്കിൽ റേഷ്യോ എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുക, ഇത് സിമ്പിൾ ആയിട്ട് ഇതിനൊരു മെത്തേഡ് ഉണ്ട്. അതിന്റെ ഒരു ജനറൽ രീതിക്ക് നമ്മൾ പറയുന്ന സമയത്ത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള തുക എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ 40, നെക്സ്റ്റ് എക്സ് മൈനസ് വൈ 4. അപ്പോൾ ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഇത് സാധാരണ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന നമ്പേഴ്സ് എല്ലാം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x എന്നുള്ളത് കിട്ടും. ഇനി ഈ വൈയും ആഡ് ചെയ്ത് 2y എന്ന് എഴുതാൻ നമുക്ക് പറ്റില്ല, കാരണം വൈയുടെ ഫ്രണ്ടിൽ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. സോ ആ പ്ലസും മൈനസും നമ്മൾ ആഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ പറയുന്ന നമ്പർ 0 ആയിട്ട് പോകും. സോ 2x is equal to 44 എന്ന് കിട്ടും. അപ്പോൾ 1x is equal to ആ പറയുന്ന 44ന്റെ പകുതി 22, അല്ലെങ്കിൽ 22 44/2 എന്നുള്ള രീതിക്ക് നമ്പർ വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 22 ആണെന്ന് മനസ്സിലായി. അങ്ങനെ y വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണ് കിട്ടുക എന്നുള്ളത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളിപ്പോൾ ചെയ്ത സെയിം മാനറിൽ എന്ത് ചെയ്യാം, എക്സ് പ്ലസ് വൈ 40, എക്സ് മൈനസ് വൈ 4, എന്നിട്ട് ഈ പറയുന്ന നമ്മളിവിടെ ആഡ് ചെയ്തതിന് പകരം അത് മൈനസ് ചെയ്ത് നോക്കുക. അപ്പൊ 40 നിന്ന് 4 പോയി കഴിഞ്ഞാൽ 36 എന്ന് കിട്ടും. ഇനി എക്സിൽ നിന്ന് എക്സ് മൈനസ് ചെയ്താൽ 0 ആയിട്ട് വരും. വൈയിൽ നിന്ന് മൈനസ് വൈ മൈനസ് ചെയ്താൽ, അതായത് മൈനസ് വൈ മൈനസ് ചെയ്താൽ എന്ന് പറയുമ്പോൾ 2y എന്ന് കിട്ടും. അത് 36 ആണ്. എങ്കിൽ ഒരു y is equal to 18 എന്ന് കിട്ടും. ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ ആയിട്ടാണ് കാണേണ്ടത്. ഇത് അതിന്റെ കൺവെൻഷണൽ മെത്തേഡാണ്. ശരിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ അതിനെ ഒരു ബേസ് ആയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒരു സിമ്പിൾ രീതിക്ക് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ രണ്ട് സംഖ്യകളുടെ തുക 40, അവയുടെ വ്യത്യാസം 4. അങ്ങനെയെങ്കിൽ സംഖ്യകൾ തമ്മിലുള്ള അനുപാതം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെ വരുന്ന സമയത്ത് ചെറിയൊരു മെത്തേഡ് ഉണ്ട്. അതായത് ആ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വലിയ സംഖ്യ അതുപോലെ ചെറിയ സംഖ്യ ഇത് രണ്ടും കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഇത്തരത്തിൽ നമുക്ക് രണ്ട് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് അവയുടെ തുക ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇവിടെ ചെറിയ സംഖ്യ കാണണമെന്നുണ്ടെങ്കിൽ അവയുടെ വ്യത്യാസം ബൈ 2, അതായത് തുകയുടെ പകുതി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഈ കൂട്ടത്തിലുള്ള സംഖ്യയുടെ വലിയ സംഖ്യ കിട്ടും. ചെറിയ സംഖ്യ കാണാൻ അത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്തിട്ട് അവയുടെ വ്യത്യാസം കണ്ടിട്ട് അതിന്റെ പകുതി കണ്ടു കഴിഞ്ഞാൽ ആ പറയുന്ന ചെറിയ സംഖ്യ നമുക്ക് കിട്ടും. അപ്പൊ അത് പ്രകാരം ഇവിടെ തുക എന്ന് പറയുമ്പോൾ 40 + 4 44/2 എന്ന് പറഞ്ഞാൽ 22 എന്ന് കിട്ടും. ഇവിടെ തുക എന്ന് വ്യത്യാസം എന്ന് പറയുമ്പോൾ 40 - 4 36/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 18 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ 22:18 നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നേരെ പകുതിയാക്കുന്ന സമയത്ത് ഇവിടെ 11 എന്ന് കിട്ടും, ഇവിടെ 9 എന്ന് കിട്ടും. അതിന് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെറുതാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 11:9 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. അപ്പോൾ ഇത് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ കൺവെൻഷണൽ മെത്തേഡിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റെപ്പുകൾ അവിടെ വരുന്നതുകൊണ്ട് തന്നെ ആ സെയിം നമ്മൾ ആ ചെയ്ത രീതിയിലെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ഈ പറയുന്നത്. അപ്പോൾ ആ രീതിക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് ചെറുതാക്കിയിട്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്തു വന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻ അല്ല. ഈ ഒരു റേഷ്യോസിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന രീതിയിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽപ്പെട്ട ഒരു ചോദ്യമാണിത്. അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു ചോദ്യം, അതായത് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരുപാട്, അതായത് പ്രൈവറ്റ് എക്സാമുകൾക്കായ പോലും അല്ലെങ്കിൽ ഇന്റർവ്യൂസിനായ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങൾ 5:6:8 എന്ന അംശബന്ധത്തിൽ അല്ലെങ്കിൽ അനുപാതത്തിലുണ്ട്. ഈ ബാഗിലാണെങ്കിൽ അല്ലെങ്കിൽ ഈ കയ്യിൽ ഇങ്ങനെയാണെങ്കിൽ ആകെ തുക 210 രൂപയാണ്. എങ്കിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒരു ബാഗിൽ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ 1 രൂപ 50 പൈസ 25 പൈസ എന്നിങ്ങനെ ആ നാണയങ്ങളുടെ എണ്ണങ്ങൾ തമ്മിലൊരു റേഷ്യോ തന്നിട്ടുണ്ട്. 5:6:8 എന്നുള്ള രീതിക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. ഈ പറയുന്ന റേഷ്യോസിൽ ഈ പറയുന്ന രീതിയിൽ അയാളുടെ കയ്യിൽ ആകെയുള്ള പൈസ എന്ന് പറയുന്നത് 210 രൂപയും അതിൽ 50 പൈസയുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ് ചോദ്യം.
ഇതിൽ രണ്ട് രീതിക്ക് ചോദ്യം വരാം. 50 പൈസ അല്ലെങ്കിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 50 പൈസ നാണയങ്ങളുടെ മൂല്യം എത്രയാണെന്നും ചോദിക്കാം. രണ്ടിനും രണ്ട് ആൻസർ ആയിട്ടാണ് വരിക. ചിലപ്പോൾ ഓപ്ഷനിൽ ഈ രണ്ട് ആൻസറുകൾ കാണുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിട്ട് ആ ഒരു ആൻസർ മാറ്റി കറുപ്പിക്കാനുള്ള അല്ലെങ്കിൽ മാറി സെലക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. ചോദ്യത്തിൽ എണ്ണമാണോ അല്ലെങ്കിൽ അതായത് നമ്പറാണോ അതിന്റെ വാല്യുവേഷൻ മീൻസ് അതിന്റെ ആ ഒരു ക്യാഷിന്റെ അളവാണോ അല്ലെങ്കിൽ എണ്ണമാണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ അതിന്റെ ആൻസർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, വലിയ റിസ്ക് ഒന്നുമില്ല. ഇവിടെ ഈ നാണയങ്ങളുടെ എണ്ണം തമ്മിലുള്ള അംശബന്ധം 5:6:8 എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷിന്റെ കണക്കായിട്ടൊന്ന് കൂട്ടി നോക്കുക. അതായത് ഇത് ക്യാഷിന്റെ രീതിക്ക് ഇത് വരുന്ന സമയത്ത് 1 രൂപ 5 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ 5 രൂപ നമുക്ക് കിട്ടും. അതായത് 1 രൂപ നാണയം 5 എണ്ണം ഉണ്ടെങ്കിൽ 5 ആണ് അതിന്റെ റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ അളവ് എമൗണ്ട് എന്ന് പറയുന്നത് 5 ആണ്. ഇനി 50 പൈസ നാണയങ്ങൾ 6 എന്നുള്ള റേഷ്യോയിലാണുള്ളത്. അപ്പൊ ഇവിടെ 6 50 പൈസ നാണയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ 3 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുക, എഫക്റ്റീവ്ലി ക്യാഷ് ആയിട്ടുള്ളത് 3 രൂപയാണ്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ 3 എന്നുള്ള നമ്പർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ കൊടുത്തു. ഇനി 25 പൈസ നാണയങ്ങൾ 8 എണ്ണമാണ് അല്ലെങ്കിൽ 8 25 പൈസ നാണയങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ക്യാഷിന്റെ കണക്ക് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്യാഷിന്റെ കണക്കായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഈ പറയുന്ന ക്യാഷിന്റെ കണക്ക് പ്രകാരം നമ്മളോട് പറഞ്ഞ തുക 210 രൂപയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റേഷ്യോ പ്രകാരം നമുക്ക് കയ്യിലുള്ള തുക 210 രൂപയാണെങ്കിൽ എടാ ഈ 5, 3, 2 ഈ 3 നമ്പറുകളും നമ്മൾ ഒന്നിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5, 3, 8, 8, 2, 10 എന്ന് പറയുന്ന ഈ പറയുന്ന 10 എന്ന് പറയുന്ന തുകയെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണ് നമ്മുടെ എന്ത് 210 രൂപ എന്ന് പറയുന്നത്. സോ ഈ 10നെ സൂചിപ്പിക്കുന്ന ഇതിന്റെ എല്ലാം സമ്മായിട്ടുള്ള 10നെ സൂചിപ്പിക്കുന്ന തുകയാണ് 210. അപ്പോ എങ്ങനെയാണ് ഈ 10 210 ആവുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ തുക എല്ലാം കൂട്ടി കഴിഞ്ഞാൽ 10 ആണ്. ആ 10നെ സൂചിപ്പിക്കുന്ന നമ്പറാണ് 210. 10 210 ആവണമെന്നുണ്ടെങ്കിൽ ഇൻറ്റു 21 ഇൻറ്റു 21 ചെയ്യണ്ടേ. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഓരോ തുകയും ഇൻറ്റു 21 ചെയ്ത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് ബിഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്ന ആ വാല്യൂവിലുള്ള മാറ്റം നമുക്ക് എന്ത് ചെയ്യുക, ആൻസർ പേപ്പറിൽ ഉണ്ടാവും. ഈ പറയുന്ന സെയിം എമൗണ്ടിന്റെ അല്ലെങ്കിൽ സെയിം ക്യാഷിന്റെ എണ്ണം വെച്ച് വരുന്ന ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്നത് ക്യാഷിന്റെ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമാണ്. അതായത് നമ്മൾ ഈ എഴുതിയിട്ടുള്ളത് മൂല്യമാണ്. ആദ്യം നമ്മൾ പറഞ്ഞതാണ് എണ്ണം. അപ്പൊ ഇവിടെ കിട്ടിയ ഈ പറയുന്ന 21 എന്ന് പറയുന്ന നമ്പറിനെ എണ്ണം വെച്ച് ഗുണിച്ചു കഴിഞ്ഞാൽ ഓരോ നാണയങ്ങളുടെയും എണ്ണം എത്രയാണെന്നുള്ള വ്യക്തമായ കണക്ക് നമുക്ക് കിട്ടും. നേരെ മൂല്യം വെച്ച് നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ ഓരോ നാണയവും എത്ര രൂപയാണ് അതിൽ കളക്ഷൻ ഉള്ളത് എന്നുള്ള കൃത്യമായ കണക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചത് എണ്ണവുമായി ബന്ധപ്പെട്ട കണക്കായതുകൊണ്ട് ഈ പറയുന്ന എണ്ണവുമായി ബന്ധപ്പെട്ട കണക്കായതുകൊണ്ട് 50 പൈസ നാണയങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്നത് 6 ആണ്. അപ്പോ നമ്മൾ ആ പറയുന്ന 21നെ 6 ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ 50 പൈസ നാണയങ്ങളുടെ ആകെ എണ്ണം. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ള ഏറ്റവും വലിയ ചാൻസ് എന്ന് പറയുന്നത് ഈ റേഷ്യോ പ്രകാരമാണ് നമ്മൾ തുക കാണുന്നത്. പക്ഷെ ആ റേഷ്യോ പ്രകാരം എണ്ണം കണ്ടു കഴിഞ്ഞാൽ ആൻസർ മാറിപ്പോവും അല്ലെങ്കിൽ തെറ്റിപ്പോവാനുള്ള ചാൻസുകൾ ഉണ്ട്. ചാൻസ് മാത്രമല്ല തെറ്റിപ്പോവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണമാണ് ചോദിച്ചതെങ്കിൽ എണ്ണം വെച്ചിട്ടുള്ള റേഷ്യോയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോവുക. അപ്പൊ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 121 × 6 126 എന്നുള്ള കണക്കാണ് കിട്ടുക. അല്ലെങ്കിൽ 126 എണ്ണമാണ് എന്ത് 50 പൈസ നാണയങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി അതിന്റെ തുക എന്ന് പറയുമ്പോൾ 63 രൂപ. അപ്പൊ ഇനി അതിന്റെ മൂല്യം നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 50 പൈസ നാണയങ്ങളുടെ മൂല്യം എത്രയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ പറയുന്ന 3 നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഗുണിച്ച് നോക്കുക. അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് 63 രൂപ എന്ന് കിട്ടും. എന്നാൽ ഇവിടെ എണ്ണമാണ് ചോദിച്ചത്. സോ 126 എണ്ണം 50 പൈസകളാണ് അവിടെ ഉള്ളത് എന്നുള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തു വന്നതിൽ കുറച്ചൊരു റിസ്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സ്റ്റെപ്പ് ഉള്ള ചോദ്യമായിട്ട് ഈ പറയുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷെ നന്നായിട്ടൊന്ന് ചെയ്ത് ശീലിച്ചു വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഈ പറയുന്ന റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ളതിന്റെ ഈ ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹയർ ലെവൽ ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് മറ്റൊരു പോർഷൻ കവർ ചെയ്യാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആവാൻ നോക്കുക, അല്ലെങ്കിൽ സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യാൻ നോക്കുക, പഴയ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പോയാൽ മാത്രമേ നമുക്ക് വരാൻ പോകുന്ന എക്സാമുകൾ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ഓൾ ദി ബെസ്റ്റ് ഗൈസ്. സോ താങ്ക് യു.